ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ്. മക്കളെ എല്ലാവരും എന്താ വെക്കേഷനൊക്കെ തീർന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലേ? നമ്മുടെ നീണ്ട 2 മാസം വെക്കേഷൻ അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചു വിളിച്ചു. ഇനി നിങ്ങൾ എല്ലാവരും 6ാം ക്ലാസ്സിൽ നിന്ന് നേരെ 7ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. അപ്പൊ ഓരോരോ ക്ലാസ്സസ് നമ്മൾ ഹയർ ആവും തോറും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടി വരും അല്ലേ? നമ്മുടെ സിലബസ് ആയിക്കോട്ടെ, കണ്ടന്റ്സ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ് മാറിയിരുന്നു അല്ലെ? പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, പുതിയ സിലബസ് ആണ്, പുതിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ പുതിയ സിലബസ് എന്ന് പറയുന്നത് പഴയതിനെക്കാട്ടിൽ പാടാണോ, അത് പുതിയ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ചിലരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ ബേസിക് സയൻസിലെ പുതിയ സിലബസ്, പുതിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, പാടാണോ, എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ വെക്കേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു അല്ലെ? പലരും പല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ചിലര് കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴേ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ നിങ്ങളൊന്ന് എടുത്ത് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ചിലർക്ക് യാതൊരു ഐഡിയ ഇല്ല, വെക്കേഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്നുള്ളൂ എന്നൊരു ഐഡിയയിലായിരിക്കും. അപ്പൊ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നൊന്നും നമ്മൾ പരിചയപ്പെടണം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പുതിയ ചാപ്റ്റേഴ്സ്, ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ്. മക്കളെ, നമുക്ക് ബേസിക് സയൻസിന്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഫസ്റ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ബേസിക് സയൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മുടെ 9, 10 ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുക അല്ലെ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന്. അല്ലാണ്ട് നമുക്ക് ബേസിക് സയൻസിൽ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ വിഷയം എന്നില്ല, എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് 5 യൂണിറ്റ്സ് ആണ്, 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലെ? സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടുവേർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ ബഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പെസ്റ്റിസൈഡ്സിനെ പറ്റിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടിപൊളിയായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങളിത് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആണെന്ന് മിസ് പറയുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പാടാണ് നല്ല അർത്ഥം. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് നമുക്ക് പുതിയ ചാപ്റ്റേഴ്സ്, പുതിയ സിലബസിലുള്ളത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ കെമിസ്ട്രിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ലിറ്റ്മസ്, അല്ലെങ്കിൽ ആസിഡിലും ബേസിലും ലിറ്റ്മസിന്റെ കളർ ചേഞ്ച്, എന്താണ് ആസിഡിന്റെ പ്രോപ്പർട്ടീസ്, ബേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലും അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടുള്ള ഫിസിക്സ്, ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ സ്വിച്ച് ബോർഡ്, സർക്യൂട്ട്, അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കാനുണ്ടാവുക. അതും സിമ്പിൾ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്. അപ്പൊ നമുക്ക് മിറർ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് എന്താണ്, റിഫ്ലക്ഷൻ എന്താണ്, പ്രതിപതനം, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ബയോളജിയിൽ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അല്ലെ? നമുക്ക് എന്താണ് നമ്മൾ ടീത്തിനെ പറ്റിയിട്ട്, പിന്നെ നമ്മൾ ഭക്ഷണം ചവച്ച് അരച്ച് എങ്ങനെയാണ് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത്, വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരീരത്തിലേക്ക് അബ്സോർബ് ആവുന്നത്, അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ഡൈജഷനിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ റെസ്പിറേഷൻ അല്ലെ, നമ്മൾ ശ്വാസം എടുത്ത് പുറത്തു വിടുന്നു, ഇങ്ങനെയുള്ള പ്രോസസ്സുകളെ പറ്റിയിട്ട്, നമ്മുടെ ബോഡിയെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 5 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ മിസ് പറഞ്ഞു നമ്മുടെ പുതിയ സിലബസ് മാറാണ്, അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റുകളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബേസിക് സയൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സ്ഥലത്തിനോടൊപ്പം ഈ ഓരോരോ ബേസിക് സയൻസിന്റെ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.